ഷീലേച്ചി കറക്റ്റ് മൊമെന്റിൽ നമുക്ക് ഷീലേച്ചയും കൂടെ കിട്ടി. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ്. ഒരു നിറഞ്ഞ സദസ്സ് തന്നെയാണ് എന്നുള്ളത്. എന്തായാലും വിമൻ എംപവർമെൻറ്റ് എന്നൊരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് കുറച്ച് സ്ത്രീകൾ ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നു. എല്ലാവിധ ആശംസകളും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ദിവ്യ പറഞ്ഞത് വനിതകളെ കുറിച്ച് ചേച്ചി സംസാരിക്കണമെന്നാണ്. ഞാൻ നോക്കിയിട്ട് ഭക്തി, ജ്ഞാനം, കർമ്മം എന്നീ ആധ്യാത്മിക പ്രസൂക്തങ്ങൾക്ക് അധിഷ്ഠിതമായിരുന്നു നമ്മുടെ പൗരാണിക ജീവിതം. ഇന്നാണെങ്കിൽ നമ്മൾ വേറൊരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് ഭക്തി നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ കച്ചവട ചരക്കായി മാറിയിരിക്കുന്നു. ജ്ഞാനം ജീവിതോപാധ്യായത്തിയിരിക്കുന്നു എന്നാണ്. പിന്നെ കർമ്മങ്ങളിൽ നമ്മൾ നമ്മുടേതായ തലങ്ങൾ അല്ലെ നമ്മുടേതായ യുക്തികൾ ഒക്കെയാണ് നാം കണ്ടെത്തുന്നത്. അതല്ല പെൺശക്തി ദിവ്യ ഗ്രൂപ്പ് അവരെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. വളരെ ചെറിയ തോതിൽ തുടങ്ങി അവരിപ്പോൾ 200ഓളം ആൾക്കാരായി. ഇപ്പോൾ അവർ ഉഷാറായി എൻ്റെ ഒരു ഉയരത്തിലെത്തട്ടെ. എല്ലാവിധ ആശംസ. സാഹിത്യ രത്ന അവാർഡ് വിന്നറാണ്. She is the medical director of Al Rayan Medical Center. Can we put our hands together for Dr. Dhanalakshmi, please? Dr. Dhanalakshmi award ഏറ്റുവാങ്ങാനാണ് from Sheila Paul and the whole team of Opera DS Women Empowerment. ഈ അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്ന പോലെ ആരോഗ്യവും ആവാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓട്ടം എങ്ങും എത്തുന്നില്ല. അവസാനം എല്ലാം നേടിക്കഴിയുമ്പോൾ കുറച്ച് സ്നേഹം വേണം എന്ന് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സത്യത്തെ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പാരൻസ് ആണ്, അച്ഛനും അമ്മയുമാണ്. അവർക്ക് കുട്ടികൾ ആണും പെണ്ണും ആണെങ്കിൽ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ആൺകുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് കാറ്, ടോയ്സ് ആയിട്ട് കാറും ഗണ്ണുമാണ്. പെൺകുട്ടിക്ക് ഡോളും കിച്ചൺ സെറ്റുമാണ്. വളർന്നു വലുതായി അവൻ കാർ ഓടിക്കേണ്ടവരും സ്വന്തം പാർട്ട്ണറെ പോലും ഗണ്ണിൽ വിറപ്പിച്ചു നിർത്തേണ്ടതുമാണ് എന്നതുകൊണ്ടാണ്. അതുപോലെ കുട്ടികളെ പരിപാലിക്കേണ്ടവരും കിച്ചൺ സെറ്റിൽ ഇപ്പോഴും തന്നെ കിച്ചൺ എങ്ങനെ ശീലിക്കണം എന്നതുകൊണ്ടാണോ? നമ്മുടെ ജനറേഷനിലും അതൊന്നും മാറ്റുക. താങ്ക് യു. സന്തോഷമുണ്ട്. കാരണം ഞാൻ എപ്പോഴും എല്ലാവരോടും തന്നെ പറയാറുള്ളത് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. കാരണം എപ്പോഴും കൂടുതൽ പേരും ഷെമി ഫസ്ലു എന്നാണ് എഴുതാറുള്ളത്. ഷെമി എന്നുള്ള വ്യക്തി ഉണ്ടാവുകയും ഷെമി എന്നുള്ള ഒരു ആർട്ടിസ്റ്റും ഷെമി എന്നുള്ള ഇൻഡിവിജ്വലും ഉണ്ടായി വളരെ സക്സസ്ഫുൾ ആയതിനു ശേഷമാണ് ഫസ്ലു എന്നുള്ള വ്യക്തി ഷെമിയുടെ ഇതിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് ഷെമിയുടെ നേട്ടങ്ങൾക്കെല്ലാം അർഹതയില്ലാത്തൊരു അവകാശമായിട്ട് എൻ്റെ പേര് അവിടെ വാലായിട്ട് ചേർക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാറുള്ളത് പോലെ ഇവരോടും പറഞ്ഞിരുന്നു. അർഫാസിനോട് പറയാൻ മറന്നു എന്നാണ് അർഫാസ് സ്റ്റേജിൽ ഷെമി ഫസ്ലു എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒപ്പേരയോട് പറയാറുള്ളത് വളരെ ചെറിയ തുടക്കമാണെങ്കിലും 1000 മൈലുള്ള ഒരു യാത്രയിൽ നമ്മൾ തുടങ്ങുന്ന ഒരു സിംഗിൾ സ്റ്റെപ്പിലൂടെയാണ്. ഈ ഒരു സ്റ്റെപ്പ് വലിയൊരു സ്റ്റെപ്പാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ. ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. നമ്മൾ ജീവിക്കുന്നത്. സോ ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദ നഴ്സസ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ
helping his daughter together. Very kind of it. Well deserved. For Anup Chakra. Anup Nair is a telefilm actor, he is a director, also a writer. കോഴിക്കോട് സ്റ്റാഫിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഇൻസ്റ്റാ മാം റിച്ചു ഞങ്ങളുടെ ഒപ്പേരയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുക. MTC ടൈപ്പിംഗ് സെന്റർ ഷാർജ. ഇനി ആർക്കൊക്കെ സ്റ്റേജിലേക്ക് വരണം അവർക്കൊക്കെ വരാം. 2023 Arts and Cultural Program, Women Empowerment Program of 2023. Thank you very much. എന്തായാലും ഓപ്പറ DS ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇത്രയും നിമിഷം നമ്മൾക്ക്